ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം UDFിൽ കൂട്ടയടി. ലീഗും ജോസഫ് വിഭാഗവും തുറന്ന പോരിലേക്ക്. മോൻസിന്റെ അവകാശവാദങ്ങൾ മുഖവിലക്കെടുക്കാതെ കോൺഗ്രസ്. മുസ്ലിം ലീഗ് ഇടയുകയും തങ്ങളുടെ സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസിനെ അനുവദിക്കില്ലെന്ന നിലപാട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിക്കുകയും ചെയ്തതോടെ UDF ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം ത്രിശങ്കുവിലായിരിക്കുകയാണ്. ഭരണം പിടിച്ചെടുക്കാൻ കൂടുതൽ സീറ്റിൽ തങ്ങൾ മത്സരിക്കണമെന്ന വികാരമാണ് കോൺഗ്രസിൽ ഉയരുന്നത്. എന്നാൽ ഏറെ ജയസാധ്യതയുള്ള മുണ്ടക്കയം എരുമേലി സീറ്റുകളിൽ ഒന്ന് ലഭിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റിനായി ലീഗ് കടുത്ത സമ്മർദ്ദം നടത്തിയിരുന്നുവെങ്കിലും കോൺഗ്രസ് അതിന് തയ്യാറായില്ല. അടുത്ത തവണ നൽകാമെന്ന് ഉറപ്പു നൽകിയാണ് അവസാനം ഉമ്മൻചാണ്ടി ഇടപെട്ട് ലീഗിനെ അനുനയിപ്പിച്ചത്. ഇത്തവണ ഈരാറ്റുപേട്ട നഗരസഭയിൽ കൂടുതൽ സീറ്റുകൾ നൽകി ലീഗിനെ മെരുക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. ജോസഫ് ഗ്രൂപ്പിന് കാര്യമായ സ്വാധീനമില്ലെന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റുകൾ കൂടാതെ ഒരു ഡിവിഷൻ കൂടിയതിനാൽ ഒരു സീറ്റിന് കൂടി അവർക്ക് അർഹതയുണ്ടെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ 2 സീറ്റിലാണ് ജോസഫ് വിഭാഗം ജയിച്ചത്. പുതിയ ഡിവിഷനായ തലനാട് സീറ്റിലും കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചു. ഇതും കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. 23-ൽ 10 സീറ്റാണ് ജനറൽ. ഇതോടെ സിറ്റിംഗ് അംഗങ്ങളായ പ്രമുഖ നേതാക്കൾക്ക് മത്സരിക്കാനാകില്ല. വനിതാ പ്രാതിനിധ്യം കൂടിയെങ്കിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് എല്ലാ മുന്നണികളും. സംവരണം വഴി സീറ്റില്ലാതായ നേതാക്കൾ പകരം ഭാര്യയെങ്കിലും മത്സരിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം പരമാവധി സീറ്റുകൾ നേടിയെടുക്കാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ശക്തമാക്കിയതോടെ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ മാത്രമല്ല ഒട്ടുമിക്ക ജില്ലകളിലും ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിലാണ് സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് 25 സ്ഥാനാർത്ഥികളെ മത്സര രംഗത്ത് ഇറക്കി കഴിഞ്ഞു. ഇനിയും മറ്റു പല ജില്ലകളിലും സമാനമായ അവസ്ഥയുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പടലപ്പിടക്കങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ UDFിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.